പ്പെടുത്തുന്നത്. അതുകൊണ്ടാണ് പണ്ട് ഈ ക്യാസ് മുസ്ലിയാർ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവറുകൾ പണ്ട് ലേഖനങ്ങൾ എഴുതി ഹജ്ജ് സുന്നികൾക്ക് മാത്രം. അങ്ങനെയുള്ള ഒരു അമല് നടക്കുന്ന മക്കത്തും മദീനത്തും ഇപ്പൊ വഹാബികൾ ചെയ്യുന്ന തോന്നിവാസന്തരങ്ങള് മുജാഹിദ് മൗലവിമാർ ഇവിടുത്തെ സാധാരണക്കാരായ ആളുകളെ ഉംറക്ക് കൊണ്ടുപോകാൻ. അങ്ങനെ ഉംറക്ക് കൊണ്ടുപോയിട്ട് അവിടത്തെ ജന്നത്തുൽ ബഖിയോ ഒക്കെ കാണിച്ചു കൊടുത്തിട്ട് മൗലവിമാര് ആൾക്കാരെ പറ്റിക്കാൻ. കണ്ടോ നിങ്ങള്, നമ്മളെ നാട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോ ഏതൊക്കെ പള്ളിക്കൽ എന്തൊക്കെ വലിയ വലിയ ജാറങ്ങളുണ്ട്, എന്നാൽ ഇവിടെ കണ്ടങ്ങള് ഖബർസ്ഥാനിൽ ഒരു ജാറവുമില്ല എന്ന് പറഞ്ഞ് മൗലവിമാർ ആളെ പറ്റിച്ചത് നോക്കിങ്ങള്. ഒരു സത്യം കാണാൻ വേണ്ടിയാണ് നാം ഈ ഖബർസ്ഥാനിലേക്ക് വന്നത്, അല്ല ആളുകളെ പറ്റിക്കാനാണ് ആ ഖബർസ്ഥാനിക്ക് നിങ്ങൾ വില കൊണ്ടത്, കാണാൻ വേണ്ടി അല്ല ഒരു പച്ച നുണ പറയാൻ വേണ്ടിട്ട്. ആ ഹക്ക് നമ്മൾ വന്ന നാട് ഖബറുമായി ബന്ധപ്പെട്ട് ഇസ്ലാമിന് പരിചയമില്ലാത്ത ഒരുപാട് ഏർപ്പാടുകൾ നടക്കുന്ന ഒരു നാട്ടിൽ നിന്നാണ് നമ്മൾ ഈ ഇസ്ലാമിന്റെ മർക്കസായ ഇസ്ലാമിന്റെ ഹെഡ് ഓഫീസായ മദീനയിലേക്ക് മക്കയിലേക്ക് നമ്മൾ വന്നിട്ടുള്ളത്. മൂപ്പര് പറയാണ് ഞമ്മള് വന്നത് എവിടുന്ന, കൊറേ മക്ബറകളുള്ള ഒരു നാട്ടിൽ നിന്നാണ് നമ്മൾ വന്നത്. മൗലവി മക്ബറയുള്ള നാടുകൾ ഇവിടെ കേരളം മാത്രല്ല, വഹാബികൾക്ക് സ്വാധീനമുള്ള സൗദി അറേബ്യ മാറ്റിവെച്ചാൽ പാരമ്പര്യ ഇസ്ലാമിന്റെ ചരിത്രമുള്ള ഏതൊക്കെ മണ്ണുണ്ടോ ആ മണ്ണിലൊക്കെ മഹാന്മാരുടെ മക്ബറകളുണ്ട്. അത് ഇസ്ലാമിക രാജ്യങ്ങളിലുമുണ്ട്, അല്ലാത്ത രാജ്യങ്ങളിലുമുണ്ട്. മഹാന്മാരുടെ മക്ബറയില്ലാത്ത ഒരു രാജ്യവും ലോകത്തെവിടെയുമില്ല. എന്നാൽ സൗദി അറേബ്യയിലെ ഖബർസ്ഥാൻ പരിശുദ്ധ മക്ബറകളിൽ മക്ക മദീനയിൽ കൊണ്ടുപോയി മൗലവി അവിടുത്തെ ഖബർസ്ഥാനിലേക്ക് ചൂണ്ടിയിട്ട് മൂപ്പര് വീണ്ടും പറയാണ്, കണ്ടോ ഇതാണ് യഥാർത്ഥ ഖബറ്. ഇവിടെ കിടക്കണോല് ചില്ലറക്കാരല്ല, നമ്മളെ നാട്ടിലെ ഖബറിൽ കിടക്കണ ഔലിയാക്കളെക്കാളും വലിയോലാണ് ഇവിടെ കിടക്കണ്. എന്നിട്ട് അവിടെ കുബ്ബുണ്ടോ എന്ന് ചോദിച്ചിട്ട് ആളെ പറ്റിക്കാണ്. എന്നാൽ ഇസ്ലാമിലെ യഥാർത്ഥ ഖബറിന്റെ അവസ്ഥ ഇങ്ങനെയാണ്. ഈ ഖബർസ്ഥാനിൽ കിടക്കുന്ന പോലെ ഇത് ഇസ്ലാമിന്റെ നേതാക്കന്മാരുടെ ഖബറാണ്. ഇവരെ പോലെ മഹത്വമുള്ള ആരും നമ്മുടെ നാട്ടിലില്ല. ഇവരെ പോലെ മഹത്വമുള്ള ആരും നമ്മുടെ നാട്ടിൽ ഇല്ല. ഇവര് നബീന്റെ ഭാര്യമാരാണ്, ഇവര് നബീന്റെ മകളാണ്, ഇവര് നബീന്റെ പുതിയാപ്പിളമാരാണ്, ഇവർ അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളാണ്. അതെ, അത് മാത്രമാണ് അയാൾ അവിടെ പറഞ്ഞതിൽ സത്യമുള്ളത്. ഇനി അയാൾ പറയണ ഇവരുടെ ഒന്നും ഖബറുമ്മ കുബ്ബല്ലല്ലോ. ഇവരത്ര മഹത്വമുള്ള ആരും നമ്മുടെ കേരളക്കരയിലോ ഇന്ത്യ രാജ്യത്തോ ആരും നമ്മുടെ നാട്ടിലില്ല. സുഹൃത്തുക്കളെ, എന്നിട്ട് മൂപ്പരെന്താ ചെയ്യുന്നത്? മക്ബറയൊക്കെ വലിയ അപകടമാണ്, അത് മക്കത്തും മദീനത്തൊന്നും ഇല്ലല്ലോ എന്ന് ചരിത്രത്തെ മറച്ചു പിടിച്ച് മുഅ്മിനീങ്ങളുടെ വിശ്വാസം പോക്കറ്റടിച്ചാണ്. യഥാർത്ഥത്തിൽ മക്കത്തും മദീനത്തും ജാറമുണ്ടായിരുന്നു. നിങ്ങൾ നോക്ക്, മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ മഖാം, അതുപോലെ ധാരാളം മഹത്തുക്കളുടെ മഹാന്മാരുടെ മക്ബറയുള്ള മണ്ണായിരുന്നു പരിശുദ്ധമായ മദീന, പരിശുദ്ധമായ മക്ക. ആ മക്കയിലെയും മദീനയിലെയും മക്കാമുകൾ, ആ മക്കാമുകൾക്ക് എന്താണ് സംഭവിച്ചത്? മുഹമ്മദ് അബ്ദുൽ വഹാബ് എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ മുസ്ലിം വിരുദ്ധനായ തീവ്രവാദി, ഇന്നത്തെ IS തീവ്രവാദ ആശയങ്ങൾക്ക് തലച്ചോറ് പകർന്ന മുഹമ്മദ് അബ്ദുൽ വഹാബ് വഹാബിയൻ സൈന്യത്തെ രൂപീകരിച്ച് ഇന്ന് IS ചെയ്യുന്നത് പോലെ ഇസ്ലാമിക രാജ്യങ്ങളിലേക്ക് ഗറില്ല യുദ്ധങ്ങളുമായി പുറപ്പെട്ടു. അതിനവർ ആദ്യം തുടങ്ങിയത് എങ്ങനെയാ? ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ സഹോദരനായ സെയ്ദ് ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജാറം പൊളിച്ചുകൊണ്ട്. അങ്ങനെ പിന്നെ സൗദിയയിൽ മക്കയിലും മദീനയിലും മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സൈന്യത്തിന് അധികാരം കിട്ടിയപ്പോൾ ആ അധികാരത്തിന്റെ ഭാഗമായി സഹോദരന്മാരെ അവിടെ മക്ബറകൾ പൊളിച്ചെറിഞ്ഞതാണ്. ആ പൊളിച്ചെറിഞ്ഞ് അവരുടെ അധികാര സ്വാധീനത്തിൽ അവർ ചെയ്ത തോന്നിവാസത്തിലേക്ക് ചൂണ്ടിക്കാണിച്ചിട്ടാണ് ഇതാണ് ഇസ്ലാം എന്ന് മൗലവിമാർ പരിചയപ്പെടുത്തുന്നത്. അത് വഹാബീസത്തിന്റെ കെടുതിയാണ്. അതുകൊണ്ടാണ് വഹാബിയൻ സ്വാധീനം ഇല്ലാത്ത ലോകത്തെല്ലാ രാജ്യങ്ങളിലും മഹാന്മാരുടെ ജാറമുണ്ട്. ഇത് പറയുമ്പോൾ ഒരു മുജാഹിദ് മൗലവി പറയണേ മുഹമ്മദ് അബ്ദുൽ വഹാബ് ജാറം പൊളിച്ചു എന്നൊക്കെ പറയുന്നത് ഒരു ആരോപണമാണ് എന്നാ മൂപ്പര് പറയണേ. ഇനി സഹോദരങ്ങളെ, പിന്നെ എന്താ ഭീകരവാദത്തിന്റെ തീവ്രവാദത്തിന്റെ തെളിവെന്താ? ആ തെളിവ് മുഹമ്മദ് അബ്ദുൽ വഹാബ് അദ്ദേഹം ഖബറുകൾ പൊളിച്ചു. നിങ്ങൾ മക്കയിൽ ചെന്ന് നോക്കൂ, നിങ്ങൾ മദീനയിൽ ചെന്ന് നോക്കൂ. അതെ, അതാണ് വസ്തുത. നേരത്തെ മുജാഹിദ് മൗലവി ഉംറക്കാളെ കൊണ്ടെങ്ങാണ്ട് ചൂണ്ടിയ ജന്നത്തുൽ ബഖിയും ഒക്കെ അടക്കമുള്ള മക്ബറല്ലേ, ആ മക്ബറയിൽ ഇന്നെന്താണ് ജാറമില്ലാത്തത്? മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ സൈന്യം പൊളിച്ചതാണ്.
അവിടെയൊന്നും കബറുകൾ കെട്ടിപ്പൊന്തിച്ചിട്ടില്ലല്ലോ എന്ന് ആളുകൾ പറഞ്ഞു. ശരിയാണ്, ഈ മുഹമ്മദ് ബിനു അബ്ദുൽ വഹാബ് പൊളിച്ചു കളഞ്ഞതാണത്. അതെ, പൊളിച്ചു കളഞ്ഞതാണ് എന്നാണ് ഒരാരോപണം. അത് ആരോപണമല്ല, അത് വസ്തുതയാണ്. ഒരുപാട് തെളിവുകളുണ്ട്. ജവഹർലാൽ നെഹ്റു തന്റെ ജയിൽ ജീവിതകാലത്ത് മകളായ ഇന്ദിരാഗാന്ധിക്ക് എഴുതിയ അനുഭവ പുസ്തകത്തിൽ, ആത്മകഥയിൽ, ആ കാലത്ത് വഹാബികൾ മക്ക മദീനയിൽ നടത്തിയ കൊള്ളയും കൊള്ളരുതായ്മയും കൃത്യമായി വിശദീകരിച്ചിട്ടുണ്ട്. ഇത് നോക്കൂ നിങ്ങൾ. മൊയ്തു മൗലവി എന്ന് പറയുന്ന മുജാഹിദ് മൗലവി, അയാൾ എഴുതിയ ഇന്ത്യൻ മുസ്ലിമീങ്ങളും സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവും എന്ന ബുക്കാണ്. നമ്മുടെയൊക്കെ പരിസരത്തെ പബ്ലിക് ലൈബ്രറികളിൽ ഈ പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ മക്കത്തെയും മദീനത്തെയും ജാറങ്ങൾക്ക് എന്ത് സംഭവിച്ചു എന്നയാൾ പച്ച മലയാളത്തിൽ രേഖപ്പെടുത്താൻ, പരിശുദ്ധമായ മക്കയിലാണ് ആദ്യം വഹാബികൾ ചെന്നത്. അവിടെ ചെന്നിട്ട് ആദ്യം അവർ ചെയ്തതെന്താണ്? പരിശുദ്ധ കഅബാലയത്തിന്റെ ചാരത്തുണ്ടായിരുന്ന നേർച്ചപ്പെട്ടി കൊള്ള ചെയ്തുകൊണ്ട് കൂടെയുള്ള കൂലിത്തല്ലുകാർക്ക് കുംഭ വീർപ്പിക്കാൻ ഓഹരി ചെയ്തു കൊടുത്തു എന്നാണ് ഈ മൊയ്തു മൗലവി രേഖപ്പെടുത്തുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് മദീനയിലേക്ക് ആ സൈന്യം പോയി. മദീനയിലെത്തിയ ശേഷം വഹാബികൾ ചെയ്തതെന്താണ്? മദീനയിലുണ്ടായിരുന്ന നൂറുകണക്കായ മക്ബറകൾ, ആ മക്ബറകൾ വഹാബികൾ തച്ചുടച്ചു എന്ന് മൊയ്തു മൗലവി തന്നെ രേഖപ്പെടുത്താൻ. സൗദി അറേബ്യയിൽ തന്നെയുള്ള അവിടെയുള്ള കലാലയങ്ങളിൽ, അവിടുത്തെ ചരിത്രം പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങളിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെയുള്ള ജാറങ്ങൾ വഹാബിയൻ സൈന്യം പൊളിച്ചതാണ്. ആ പൊളിച്ചെറിയപ്പെട്ട മക്ബറകളിലേക്ക് കേരളത്തിൽ നിന്ന് ആളെ കൊണ്ടുപോയി മൗലവി ചൂണ്ടുകയാണ്. കണ്ടോ, ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞുകൊണ്ട്. അത് വഹാബിസമാണ്. അതുകൊണ്ടാണ് വഹാബികൾക്ക് സ്വാധീനമില്ലാത്ത മുഴുവൻ നാട്ടിലും മഹാന്മാരുടെ മക്ബറകൾ തല ഉയർത്തി നിൽക്കുന്നത്. ഇനി നോക്കൂ സഹോദരന്മാരെ, മഹാന്മാരുടെ ഖബറുകൾക്ക് മുകളിൽ കുബ്ബയെടുക്കാനും ബിൽഡിംഗ് എടുക്കാനും പറ്റൂല എന്നാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെങ്കിൽ, മക്കം ഫത്ഹിന്റെ ശേഷം അലി റളിയല്ലാഹു അൻഹുവിനോട് അള്ളാന്റെ ഹബീബ് പറഞ്ഞത്രേ, എല്ലാ ഖബറുകളും തട്ടിനിരപ്പാക്കണം. ആ തട്ടിനിരപ്പാക്കണം എന്ന് പറഞ്ഞ ഖബറുകൾ ഏതെങ്കിലും ഔലിയാക്കളെ ഖബറായിരുന്നോ? പ്രവാചകന്മാരെ ഖബറായിരുന്നോ? അല്ല, അവിശ്വാസികളുടെ ഖബറായിരുന്നു. ഇനി പ്രവാചകന്മാരുടെയും ഔലിയാക്കളുടെയും ഖബറായിരുന്നുവെങ്കിൽ അന്ന് അള്ളാന്റെ ഹബീബിന്റെ ഓർഡർ പ്രകാരം അലി റളിയല്ലാഹു അൻഹു പൊളിച്ച എത്ര ഔലിയാക്കളെ പേരുണ്ട്, എത്ര പ്രവാചകന്മാരുടെ ഖബറുണ്ട് എന്ന് വഹാബിയക്ക് പറയാൻ കഴിയില്ല. മാത്രല്ല, ഖബറിന്റെ മുകളിൽ എടുപ്പും കെട്ടിടൊന്നും പറ്റൂലെങ്കിൽ ഹബീബായ തങ്ങൾ വഫാത്താകുമ്പോ സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീടിന്റെ ഉള്ളിൽ മറവ് ചെയ്യോ? വീടിന്റെ ഉള്ളിൽ മറവ് ചെയ്തതുകൊണ്ട് വീടൊക്കെ ഖബറുകളൊക്കെ തട്ടിനിരപ്പാക്കാനും ബിൽഡിങ്ങുകളൊക്കെ തട്ടിനിരപ്പാക്കാനുമാണ് ഇസ്ലാം പഠിപ്പിച്ചതെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മറവ് ചെയ്യോ? അതിനൊരു മുജാഹിദ് മൗലവി പറയുന്ന മറുപടി, അള്ളാഹുവിന്റെ ഹബീബിനെ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ മറവ് ചെയ്തത് എന്തുകൊണ്ടാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകരാണ്. പ്രവാചകന്മാർ എവിടുന്ന് മരിക്കണോ അവിടെ മറവ് ചെയ്യലാണ് ഇസ്ലാമിന്റെ നിയമം. അതുകൊണ്ടാണ് എന്നാ പറയുന്നത്. ഇനി സഹോദരങ്ങളെ, മറ്റൊന്ന് ചിന്തിക്കൂ. ഹബീബായ മുഹമ്മദ് മുസ്തഫ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ എവിടെയാ മറമാടിയത്? നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ. അതെങ്ങനെയാ? ബിൽഡിംഗ് ഒന്നും ഖബറിന്റെ മുകളിൽ പറ്റൂലെങ്കിൽ ബിൽഡിംഗിന്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് മുത്തുനബിനെ മറവെയ്യോ? എന്തുകൊണ്ട്? അമ്പിയാക്കന്മാർ എവിടെ വെച്ച് വഫാത്താകുന്നുവോ അവിടെയാണ് ഖബർ. അമ്പിയാക്കളെ മറവ് ചെയ്യേണ്ടത് അവർ മരണപ്പെടുന്നിടത്താണ്. അതുകൊണ്ടാണ്. അപ്പൊ പിന്നെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെയാ അവിടെ മറവ് ചെയ്തത്? സിദ്ദീഖ് തങ്ങളും പ്രവാചകനാ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെയും അവിടെയാണ് മറവ് ചെയ്തത്. ഉമർ തങ്ങളും പ്രവാചകനാണോ? അപ്പൊ മഹാന്മാരുടെ ഖബറിന് മുകളിൽ കുബ്ബയെടുക്കലും ബിൽഡിംഗ് ഉണ്ടാക്കലൊന്നും തെറ്റല്ല എന്ന് ആ മഹത്തായ പച്ചക്കുബ്ബ നമ്മെ പഠിപ്പിക്കാൻ. ഇങ്ങനെ പറയുമ്പോ വഹാബിയക്ക് ഉത്തരം മുട്ടിയ വഹാബികൾ മുത്തുനബിന്റെ ജാറം തന്നെ നിഷേധിക്കും. അങ്ങനെയാണ് പണ്ട് നാദാപുരത്തുനിന്ന് ഹുസൈൻ സലഫി പറഞ്ഞു വിട്ടത്, സഹോദരന്മാരെ, നമ്മളൊക്കെ ഈ ചുമരുമ വെക്കണ കുബ്ബയും ആ ഹബീബിന്റെ റൗളയും കള്ളജാറമാണ് എന്ന് വഹാബികൾ വിളിച്ചു പറയാൻ. രണ്ടാഴ്ച മുമ്പ് ഞാൻ മദീനയിൽ പോയപ്പോൾ കണ്ടു. അവിടെ എഴുതി വെച്ചിരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഖബറിന്റെ വീട് കള്ളജാറ നമ്മൾ ഓർമ്മ എന്താ? വലിയൊരു ജാറത്തിന്റെ ഒരു പച്ച ആ രൂപത്തിലുള്ള കുറെ ആചാരങ്ങൾ, അത് ഫോട്ടോ വിറ്റിട്ട് വീട്ടിൽ ബർക്കത്തിന് വേണ്ടി തൂക്കുന്ന ഒരു ഇടപാട് നടത്തുന്നുണ്ട്. അത് കള്ളജാറമാണ് സുഹൃത്തുക്കളെ. മുത്തുനബിന്റെ റൗള, ആ പച്ചക്കുബ്ബ കള്ളജാറമാണ് എന്നാ മൗലവി പറഞ്ഞേ.
സഹോദരന്മാരെ, അത് വീണ്ടും കേരളത്തിൽ സജീവ ചർച്ചയായി വിവാദങ്ങളായപ്പോ മൗലവിമാർ അത് മാറ്റി പറഞ്ഞു. പിന്നെ മുജാഹിദ് മൗലവിമാർ എന്ത് ചെയ്തു പറയുങ്ങള്? അത് ആരൊക്കെയോ ഉണ്ടാക്കി വെച്ച വാണ്ടാത്തരാണ്, അത് പൊളിക്കാൻ അവിടുത്തെ ഗവൺമെന്റിന് ധൈര്യമില്ല. ഈ മൗലവി ആ ജന്നത്തുൽ ബഖീലെ വഹാബികളുടെ കർസേവയ്ക്ക് ശേഷമുള്ള ഖബർസ്ഥാനിലേക്ക് ചൂണ്ടിയിട്ട് കുബ്ബല്ല എന്ന് പറയുമ്പോ അവിടെ ചൂണ്ടാൻ കുബ്ബയുള്ള ഒരു ഖബർ വേറെ ഉണ്ടായിരുന്നു, അത് പരിശുദ്ധ റൗളയാണ്. അവിടേക്ക് വഹാബികൾ ചൂണ്ടിയില്ല എന്ന് മാത്രമല്ല, ആ പരിശുദ്ധ റൗളയിൽ അതേ നാട്ടിൽ സഹോദരന്മാരെ നടക്കുന്ന കുറെ സംഗതിയുണ്ട്. അത് മൗലവി ആൾക്കാർക്ക് പറഞ്ഞു കൊടുത്തില്ല. നിങ്ങൾ നോക്ക്, സൗദി ഭരണാധികാരിയായ അബ്ദുള്ള രാജാവേ പരിശുദ്ധമായ മദീനത്തെ പള്ളിയിലെത്തി നിസ്കാരം നിർവഹിച്ച് ഇലാ ഹളറത്തി റസൂലില്ലാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ജാറത്തിന്റെ അടുത്തേക്ക് പോകാൻ ആ മഖാമിന്റെ അടുത്ത് ആ രാജാവ് ചെന്ന് നിന്നിട്ട് ചെയ്യണ പണി എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ